ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരു സിനിമ കാണാൻ പോയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലെ സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും വാഴ 2. ഇതിനൊക്കെ മാത്രം ആ സിനിമ ഉണ്ടോന്ന് ചോദിച്ചാൽ വഴക്കൂടാനും ഫുഡ് കഴിക്കാനും അല്ലാണ്ട് ഞാനും എന്റെ നീനും വാ തുറക്കാറില്ല. അതുകൊണ്ടൊക്കെ ഈ സിനിമ എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു. സിനിമ ഒക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കരയാത്ത ഞാൻ എല്ലാരും പറയണ റിവ്യൂ ഒക്കെ കേട്ട് എന്നെ ഈ സിനിമ കരയിക്കോ ഇല്ലയോ എന്ന ഡൗട്ടോടെയാണ് ഞാൻ പോയത്. ഞാൻ കരഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ലാണ്ട് ചിരിയോട് ചിരിയായിരുന്നു. പ്രത്യേകിച്ച് ചില സീനുകളിൽ ക്യാരക്ടേഴ്സിനൊക്കെ എന്റെ അതേ ഏജ് ഒക്കെ ആയോണ്ടായിരിക്കണം അവരുടെ പല ടൈപ്പും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചിരിക്കുന്നതെന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് കിട്ടാനുള്ളതെല്ലാം വഴിയെ വരുന്നുണ്ട്. ഈ സീനൊക്കെ കഴിയുന്നവരെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ അടുത്തൊന്നും ഞാൻ ഒരു സിനിമ കണ്ട് ഇത്രയും ചിരിച്ചു കാണത്തില്ല. അല്ലെങ്കിൽ ഞാൻ ആരെയും എന്തെങ്കിലും ചളി പറഞ്ഞ ചിരിക്കുന്നതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങൾ ഇത്രയും നേരം കണ്ട ചിരിയായിരുന്നില്ല ഈ സീനൊക്കെ ആയപ്പോ. ചുരുക്കി പറഞ്ഞ പട്ടി മൂങ്ങുന്ന പോലെ ഞാൻ അവിടെ ഇരുന്ന് മൂങ്ങുമായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ സിനിമയുടെ എഫക്റ്റില് സിബ്ലിങ്സിനെ സ്നേഹിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്. ഒന്നേ നിങ്ങൾ അവരെയും കൂടി ഈ സിനിമ കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹിക്കാൻ നിൽക്കരുത്. ഇല്ലെങ്കിൽ എന്നെ പോലെ സ്നേഹിക്കാൻ പോയാലും അത് അടിയിലേ തീരത്തുള്ളൂ. ഈ എന്നെ കണ്ട പറയോ കുറച്ചു മുമ്പ് വരെ ഞാൻ പട്ടി മുങ്ങുന്ന പോലെ മുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നെന്ന്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ സിനിമ കാണാത്തവരൊക്കെ പെട്ടെന്ന് പോയി കണ്ടോ. ഞാൻ വീട്ടിൽ പോട്ടെ. അപ്പൊ ഓക്കെ, ബൈ.